സമയം 12 ആവണം. 11:55. ഇന്നത്തെ കറികളാ. ആദ്യത്തെ കറി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോദയല്ല, വെളാമീനല്ല, ഓലിയല്ല, ഓലക്കുടിയനല്ല, പിന്നെ എന്നൊക്കെ മേടിക്കാറ് സ്ഥിരം ഇതൊക്കെയാണ്. പ്രാഞ്ഞിലല്ല, ചാളയല്ല, അയിലയല്ല. എന്നാന്ന് കാണിച്ചു തരാം. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതും എന്നാൽ കുഴപ്പമില്ലാത്തതുമായ ഒരു മീനാ ഇന്നലെ മാർക്കറ്റിൽ ചെന്നപ്പോ അപ്പയ്ക്ക് കിട്ടിയത്. എന്താണ് ഈ മീൻ? നെയ്മീൻ. നെയ്മീൻ എന്താണ് അമ്മയ്ക്ക് അത്ര പ്രിയ അല്ലാത്തത്? പറയാം കാരണം. വൈകിട്ട് കപ്പ കുഴക്കണം. വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, എപ്പോഴെങ്കിലും വറുത്തെടുക്കാം. നെയ്മീൻ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതിന്റെ കാരണം നെയ്മീൻ വെക്കണയൊന്നും പിറ്റേ ദിവസവും കുഴപ്പമില്ല. നെയ്മീനെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിന്റ് എന്നാന്ന് വെച്ചാൽ എത്ര ദിവസം ഇരുന്നാലും പൊടിയൂല. മീറ്റ് ഹാർഡാ, അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ 2-3-4 ദിവസത്തേക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തിളപ്പിക്കും തോറും വീണ്ടും കഷണം ഹാർഡാവും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മീനാ ഇഷ്ടം. അപ്പം അതാണ് എനിക്ക് ഇച്ചിരി ഇഷ്ടക്കുറവ്. പക്ഷെ എന്ന് വിചാരിച്ച് ഒരുപാട് ഇഷ്ടക്കുറവൊന്നുമില്ല. സദ്യകൾക്കൊക്കെ സാധാരണ നെയ്മീൻ വിളമ്പണതിന്റെ പ്രധാന കാരണം ഇതാണ്. നമ്മുടെ നന്മയുടെ തോമസ് സ്ഥിരം നെയ്മീൻ എടുക്കണത്. അപ്പൊ റേറ്റ് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഒട്ടും പൊടിയൂല, ടേസ്റ്റിയാണ്. ഇന്ന് വെച്ചാൽ ഇന്നും നാളെ അങ്ങനെ വലിയ മുറുക്കം ഉണ്ടാവില്ല. നാളത്തെ കഴിഞ്ഞ് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകിട്ട് തിളപ്പിക്കും ഞാൻ. എന്റെ രീതിയാട്ടോ. നാളെ തിളപ്പിച്ച് കഴിയുമ്പോൾ അത്ര കുഴപ്പമില്ല. ആദ്യത്തെ തിളയ്ക്ക് നാളത്തെ കഴിഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഹാർഡാവും. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയണേ. എന്റെ കാരണം മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായി. നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ സാധാരണ പറയും പോലെ അങ്ങ് പറയണതാണ്, അല്ലാണ്ട് ഒന്നും ആലോചിച്ച് പറയണതല്ല. ഉള്ളിലുള്ള കാര്യങ്ങൾ പറയണം. അതെല്ലാവർക്കും അറിയാലോ. നമ്മൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങളും പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ചില സംഗതികൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ പറയും, നീ എന്നാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ലാന്ന്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ പറയുമ്പോൾ ചിലപ്പോൾ അപ്പയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നാണ്. നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പറഞ്ഞത് വൃഥാവിലാവും. അപ്പം അതുകൊണ്ടാണ് A-Z എന്ന് പറഞ്ഞ പോലെ ആദ്യം മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഓരോ സംഗതി പറയണേ. അതിപ്പോ എല്ലാ വ്യക്തികൾക്കും എല്ലാ കഴിവുകളും അറിവുകളും ഉണ്ടാവില്ലല്ലോ. ഒരുപാട് കുറവുകളും കൂടുതലും പലരിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാരെയും ഉൾക്കൊള്ളിച്ചത് നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെറിയ മൈന്യൂട്ട് പോയിന്റ് പോലും നമ്മൾ പറഞ്ഞു പോണതാട്ടോ. അപ്പൊ അറിയാവുന്നവരൊക്കെ സദയം അങ്ങ് ക്ഷമിച്ചേക്ക്. ഓക്കെ, അടുത്ത കറി ഇരിക്കുന്നു. ഉലർത്ത. ഈ 2 കറിയൊന്നും ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം പറഞ്ഞു. പണി നടക്കുന്നത് കാരണം. ഉച്ചയ്ക്ക് ആരാ ഉണ്ണണത്? ഉച്ചക്ക് ഇന്ന് നമ്മൾ 2 പേരും ഉള്ളൂ ഉണ്ടാൻ. അപ്പ ഇല്ല.